ഹായ് വ്യൂവേഴ്സ്, ഗവൺമെൻറ് IT മലമ്പുഴയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ആംഗുലർ മെഷർമെൻറ്റിന് ഉപയോഗിക്കുന്ന ഒരു പ്രിസിഷൻ ഇൻസ്ട്രുമെൻ്റായ സൈൻ ബാറിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷനാണ് ഉദ്ദേശിക്കുന്നത്. ഇതൊരു ഇൻഡയറക്റ്റ് ആംഗുലർ മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റാണ്. ഇതിൽ കോണളവ് തീറ്റ കണ്ടുപിടിക്കുന്നത് നിങ്ങൾ ട്രിഗണോമെട്രിയിൽ പഠിച്ചിട്ടുള്ള സൈൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് എന്ന റിലേഷൻ ഉപയോഗിച്ചാണ്. അതുകൊണ്ട് തന്നെ ആംഗുലർ മെഷർമെൻറ്റിന് ഉപയോഗിക്കുന്ന ഈ ഇൻസ്ട്രുമെൻറ്റിനെ സൈൻ ബാർ എന്നാണ് പറയുന്നത്. Sine bar is a precision angular measuring instrument. It can be used for determining the angles of tapered jobs and for setting tapered work to machine surfaces. ആംഗുലർ മെഷർമെൻറ്റിന് ഉപയോഗിക്കുന്ന ഒരു പ്രിസിഷൻ ഇൻസ്ട്രുമെൻ്റാണ് സൈൻ ബാർ. ഇത് ടാപ്പേഡ് ജോബുകളുടെ കോണളവ് കണ്ടുപിടിക്കുന്നതിനും ടാപ്പേഡ് വർക്ക് പീസുകൾ മെഷീനിൽ സെറ്റ് ചെയ്യുന്നതിനും ഉപയോഗിക്കാം. സാധാരണ സ്ലിപ്പ് ഗേജിന് കൂടെയാണ് സൈൻ ബാർ ഉപയോഗിക്കുന്നത്. സ്ലിപ്പ് ഗേജിനെ കുറിച്ച് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയി മനസ്സിലാക്കാം. ഇറ്റ് ഈസ് യൂഷ്വലി യൂസ്ഡ് അലോങ് വിത്ത് സ്ലിപ്പ് ഗേജ്. നൗ കൺസ്ട്രക്ഷൻ ഓഫ് സൈൻ ബാർ. സൈൻ ബാർ എന്നത് ഹൈ കാർബൺ ക്രോമിയം സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു റെക്റ്റാങ്കുലർ അഥവാ ദീർഘചതുരാകൃതിയിലുള്ള ബാറാണ്. ഇതിൻ്റെ എല്ലാ സർഫസുകളും ഗ്രൈൻഡ് ചെയ്തും ലാപ്പ് ചെയ്തും ലാപ്പിംഗ് പ്രോസസ്സ് വഴിയും കൂടുതൽ പോളിഷ് ചെയ്തിരിക്കും. ഇതിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഒന്ന് അപ്പർ ഫേസ്, ലോവർ ഫേസ്, എൻഡ് ഫേസ്, റിലീഫ് ഹോൾസ്, സെറ്റിംഗ് റോളേഴ്സ് എന്നിവയാണ്. ചിത്രത്തിൽ ഈ ഭാഗങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കാനാകും. കൂടി പറയാം: അപ്പർ ഫേസ്, ലോവർ ഫേസ്, എൻഡ് ഫേസ്, റിലീഫ് ഹോൾസ്, സെറ്റിംഗ് റോളേഴ്സ് എന്നിവയാണ്. സൈൻ ബാറിൻ്റെ മുകളിലെ സർഫസിനെ അപ്പർ ഫേസ് എന്നും താഴെ സർഫസിനെ ലോവർ ഫേസ് എന്നും അഗ്രഭാഗങ്ങളിലുള്ള സർഫസുകളെ എൻഡ് ഫേസ് എന്നുമാണ് പറയുന്നത്. സൈൻ ബാറിൻ്റെ ബോഡിയിൽ രണ്ടോ അതിലധികമോ ഹോളുകൾ കാണാം. ഇതിന് പ്രധാനമായും രണ്ട് ഉപയോഗങ്ങളാണുള്ളത്. ഒന്ന്, ടോട്ടൽ വെയിറ്റ് കുറയ്ക്കുക എന്നാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാകും. സൈൻ ബാർ എന്നുള്ളത് ഒരു മെറ്റൽ ബാറാണ്. അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് അധികം വെയിറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ വെയിറ്റ് കുറയ്ക്കുന്നതിന് നമുക്ക് ഹോള് ഡ്രിൽ ചെയ്ത് അത്രയും ഭാഗത്തിന് നമുക്ക് ആ സൈൻ ബാറിൻ്റെ ടോട്ടൽ വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ചില സമയങ്ങളിൽ ആംഗിൾ പ്ലേറ്റിന് കൂടെ ഉപയോഗിക്കേണ്ടി വരും. അതായത് വർക്ക് പീസ് മെഷീൻസിലെല്ലാം സെറ്റ് ചെയ്യുന്ന സമയത്ത് ആംഗിൾ പ്ലേറ്റിന് കൂടെയാണ് സൈൻ ബാർ ഉപയോഗിക്കുന്നത്. അത്തരം സന്ദർഭങ്ങളിൽ ആംഗിൾ പ്ലേറ്റുമായി ക്ലാമ്പ് ചെയ്യുന്നതിനും ഈ ഹോൾസ് ഉപയോഗപ്പെടും. ഇവിടെ സൈൻ ബാറിൻ്റെ രണ്ടഗ്രങ്ങളിലായി റോളേഴ്സ് കാണാൻ സാധിക്കും. ഇതിന് രണ്ടും ഒരേ ഡയമീറ്ററാണ് ഉണ്ടായിരിക്കുക. ഇതാണ് ഡാറ്റം സർഫസിൽ പ്ലേസ് ചെയ്യുന്നത്. അതുപോലെ ഒരു അറ്റം സ്ലിപ്പ് ഗേജിന് മുകളിലും പ്ലേസ് ചെയ്യുന്നത് ഈ റോളേഴ്സ് ഉപയോഗിച്ചാണ്. നൗ സൈസ് ഓഫ് സൈൻ ബാർ. ഒരു സൈൻ ബാറിൻ്റെ സൈസ് എന്നത് അതിൻ്റെ റോളറുകൾ തമ്മിലുള്ള അകലം ആണ്. അതായത് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു റോളേഴ്സ് എന്ന് പറയാം.
സാധാരണയായി 100 mm, 200 mm, 250 mm, അതുപോലെ 500 mm തുടങ്ങിയ അളവുകളിലാണ് സാധാരണ സൈൻ ബാർ ലഭ്യമാകുന്നത്. അതായത് സൈസ് ഓഫ് സൈൻ ബാർ എന്ന് പറഞ്ഞാൽ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 റോളേഴ്സ് ആണ്. 100, 200, 250, 500 തുടങ്ങി അളവുകളിലാണ് സാധാരണ സൈൻ ബാറുകൾ ലഭ്യമാകുക. പ്രിൻസിപ്പിൾ ഓഫ് സൈൻ ബാർ. സൈൻ ബാർ ഉപയോഗിച്ച് ഡയറക്റ്റായി മെഷർമെൻറ്റ് ലഭിക്കുകയില്ല. അതായത് സൈൻ ബാർ ഒരു ഇൻഡയറക്റ്റ് മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ് എന്നർത്ഥം. ട്രിഗണോമെട്രിക് റിലേഷനായ സൈൻ തീറ്റ സീക്കൽ ടു എതിർവശം ബൈ കർണം എന്ന റിലേഷൻ നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ആ റിലേഷൻ ഉപയോഗിച്ചാണ് ഇവിടെ ആംഗിൾ മെഷർ ചെയ്യുന്നത്. സൈൻ തീറ്റ സീക്കൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. സൈൻ ബാർ ഉപയോഗിച്ച് ആംഗിൾ മെഷർ ചെയ്യുമ്പോൾ ചിത്രത്തിൽ കാണുന്ന പോലെ സൈൻ ബാറിനെ ചരിച്ചാണ് പ്ലേസ് ചെയ്യുന്നത്. ഇവിടെ ചിത്രത്തിൽ നോക്കുക, അതിൽ അഡ്ജസ്റ്റൻറ്റ് സൈഡ്, ഹൈപ്പോട്ടനസ്, അതുപോലെ ഓപ്പോസിറ്റ് സൈഡ് ഇതെല്ലാം കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ ആംഗിൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആംഗിൾ ദറ്റ് ഈസ് തീറ്റ. ഇവിടെ സൈൻ ബാറിൻ്റെ ചരിവ് ഹൈപ്പോട്ടനസ് ആയും സ്ലിപ്പ് ഗേജിൻ്റെ ഹൈറ്റ് ഓപ്പോസിറ്റ് സൈഡായും എടുത്താൽ സൈൻ തീറ്റ സീക്കൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് എന്ന റിലേഷൻ കിട്ടും. ഇതിൽ നിന്നും മെഷർ ചെയ്യേണ്ട അല്ലെങ്കിൽ ചെക്ക് ചെയ്യേണ്ട വർക്ക് പീസിൻ്റെ കോണളവും അതായത് തീറ്റ വാല്യൂ കണ്ടുപിടിക്കാനാകും. ആംഗിൾ തീറ്റ സീക്കൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ദറ്റ് ഈസ് സൈൻ തീറ്റ സീക്കൽ ടു എ ബൈ സി ഓർ തീറ്റ സീക്കൽ ടു സൈൻ ഇൻവേഴ്സ് എ ബൈ സി. ഇതിൽ നിന്നും തീറ്റ അളവ് അല്ലെങ്കിൽ കോണളവ് ലഭിക്കും. നൗ യൂസ് ഓഫ് സൈൻ ബാർ. ഇവിടെ ചിത്രത്തിൽ എങ്ങനെയെല്ലാം സൈൻ ബാർ ഉപയോഗിക്കാം എന്നാണ് കാണിച്ചിട്ടുണ്ട്. പ്രധാനമായും ടു മെഷർ അൺനോൺ ആംഗിൾസ് ഓഫ് കമ്പോണൻസിൻ്റെ അല്ലെങ്കിൽ ജോബിൻ്റെ കോണളവ് കണ്ടുപിടിക്കാൻ സൈൻ ബാർ ഉപയോഗിക്കാം. അടുത്തതായി ചെക്ക് അൺനോൺ ആംഗിൾസ്. അതുപോലെ ആംഗിൾസ് ചെക്ക് ചെയ്യാനും എത്രയാണ് എന്നുള്ള അളവ് കൃത്യമാണോ എന്നെല്ലാം ചെക്ക് ചെയ്യാനും സൈൻ ബാർ ഉപയോഗിക്കാം. വേറൊരു ഉപയോഗം എന്ന് പറഞ്ഞാൽ ടു ചെക്ക് ദ പാരലിസം ഓഫ് കമ്പോണൻസ്. ഇവിടെ കാണിച്ചിട്ടുണ്ട്. പാരലിസം ചെക്ക് ചെയ്യുന്നത് രണ്ടാമത്തെ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ള പോലെ ആണ് പാരലിസം ചെക്ക് ചെയ്യുന്നത്. താഴത്തെ സർഫസുമായിട്ട് പാരലാണോ ഈ ടോപ്പ് സർഫസ് എന്ന് അങ്ങനെ സൈൻ ബാർ ഉപയോഗിച്ച് സെറ്റ് ചെയ്ത് കാണാം. രണ്ടാമത്തെ ചിത്രത്തിൽ മനസ്സിലാക്കാം. വേറൊരു ഉപയോഗം സെറ്റിംഗ് അപ്പ് ഓഫ് കമ്പോണൻസ് ഫോർ മെഷീനിങ് ആംഗുലർ സർഫസസ്. ആംഗുലർ സർഫസസ് മെഷീൻ ചെയ്യേണ്ട സമയത്ത് വർക്ക് പീസിനെ സെറ്റ് ചെയ്യാനും സൈൻ ബാർ ഉപയോഗിക്കും. അതാണ് ആദ്യത്തെ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. ഇവിടെ താഴ്ഭാഗത്ത് സൈൻ ബാർ വെച്ചിട്ടുണ്ട്. അതിന് തൊട്ട് മുകളിലായിട്ട് നമ്മുടെ വർക്ക് പീസിനെ ഒരു ആംഗിൾ പ്ലേറ്റ് ഉപയോഗിച്ച് ക്ലാമ്പ് ചെയ്ത് സെറ്റ് ചെയ്തിരിക്കുന്നു. രണ്ടാമത്തെ ചിത്രത്തിൽ. ദെൻ ഫോർ മാർക്കിംഗ് ഔട്ട് ദി കമ്പോണൻസ്. ആദ്യത്തെ ചിത്രത്തിൽ മാർക്ക് ചെയ്യുന്നതാണ് കാണിച്ചിട്ടുള്ളത്. കൃത്യമായി ആംഗിൾ പ്ലേറ്റിൽ ക്ലാമ്പ് ചെയ്ത് ഒരു ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് മാർക്ക് ചെയ്യുന്നതാണ് ചിത്രത്തിൽ കാണുന്നത്. അപ്പോൾ പ്രധാനമായും 4 ഉപയോഗങ്ങളാണ് പറഞ്ഞത്. 1 മെഷർ ആംഗിൾസ്, 2 ചെക്ക് ആംഗിൾസ്, then check parallelism of surfaces and setting up of components for machining angular surfaces and marking. Last one, marking out the components. ഇങ്ങനെ പ്രധാനമായും 4 ഉപയോഗങ്ങളാണ് സൈൻ ബാറിനുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ സൈൻ ബാർ എന്താണ്, അതിൻ്റെ ഭാഗങ്ങൾ, പ്രിൻസിപ്പിൾസ്
ഓഫ് മെഷർമെൻറ്റ്, യൂസ് എന്നീ കാര്യങ്ങളാണ് മനസ്സിലാക്കിയത്. അടുത്ത ക്ലാസ്സിൽ സ്ലിപ്പ് ഗേജിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, താങ്ക് യു.